പേൾ ക്രീം സോഫ്റ്റ് സെമി ടെസസിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. കാന്ത സ്റ്റിച്ചിലാണ് ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് ആപ്ലിക്കോക്കിൽ നല്ലൊരു സർക്കുലർ മോട്ടീവ്സിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും ബോഡി പ്ലെയിൻ വന്നിട്ട് രണ്ട് സൈഡിലും ആ ഒരു പിങ്ക് ആൻഡ് പേൾ ക്രീം ടോണിൽ തന്നെ ആയിരിക്കും കാന്ത സ്റ്റിച്ച് വരുന്നത്. ബോർഡറിൽ ക്ലോസറിൽ കാണിക്കാം. ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ക്രീമിൽ ക്രീം ആൻഡ് പിങ്ക് ആ ഒരു കോമ്പിനേഷനിലാണ് ഡബിൾ സൈഡിലും കാന്ത സ്റ്റിച്ച് വരുന്നത്. പല്ലു ഈ ഒരു പാറ്റേണിലാണ് ഒരു സർക്കുലർ മോട്ടീവ്സ് വന്നിട്ട് അതിലും ഒരു കാന്ത വർക്ക് തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുമ്പോൾ. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബോട്ടിൽ ഗ്രീൻ ആണ്. പേൾ ക്രീമും ബോട്ടിൽ ഗ്രീനുള്ള കോമ്പിനേഷനിലായിരിക്കും കാന്ത വർക്ക് വരിക. ബോട്ടിൽ ഗ്രീനിൽ തന്നെ ആപ്ലിക് വർക്ക് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ഹണി ബ്രൗൺ ആണ്. ഒരു ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ, മെഹന്തി ഗ്രീൻ, ഹണി ബ്രൗൺ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ബ്ലെൻഡഡ് ടോണിലാണ് സാരിയിൽ ആ ഒരു കാന്ത വർക്കിന്റെ കോമ്പിനേഷനും ആപ്ലിക് വർക്കും വരുന്നുണ്ട്. വീഡിയോയിൽ സാരീസ് കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് കുറച്ചൊരു ഗ്ലോസി ആയിട്ട് തോന്നും. സാരിയുടെ ഫാബ്രിക് വരുന്നത് മാറ്റിലാണ്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നെക്സ്റ്റ് കളർ ടെർക്കോയിസ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. പേൾ ക്രീം വിത്ത് ടെർക്കോയിസ് ഗ്രീൻ, സെയിം സ്റ്റൈൽ കാന്ത സ്റ്റിച്ച്. മുന്താണി സോഫ്റ്റ് സെമി ടെസറിൽ വന്ന് പേൾ ക്രീം കളക്ഷൻസ് ആയിരുന്നു വന്നത്. ഫുൾ ബോഡി കാന്ത സ്റ്റിച്ച് ആൻഡ് ആപ്ലിക് വർക്കിലായിരുന്നു സാരീസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. പേൾ ക്രീമിൽ ജാമുൻ ടോൺ ആണ്. ഞാവൽപ്പഴത്തിന്റെ കളറും പേൾ ക്രീമും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു കാന്ത സ്റ്റിച്ച് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയിൽ ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്.